എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിഷിദ്ധം എന്നാണ് അതിന്റെ അർത്ഥം. എന്താ മുഹറം നിഷിദ്ധം എന്ന് പറയാൻ കാരണം? മുഹറം, സഫർ, റബീഉൽ അവ്വൽ ഇങ്ങനെയാണ് അറബി കലണ്ടറിൽ, ഇസ്ലാമിക കലണ്ടറിൽ മാസങ്ങൾ ഉള്ളത്. വിശുദ്ധ റമദാൻ ഷരീഫ് വരുമ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ റമദാനിനെ സ്വാഗതം ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ആ റമദാനിലേക്ക് ഒരുങ്ങണേ എന്ന് സൂചിപ്പിക്കാൻ ഒരു പ്രാർത്ഥനയിലൂടെ എപ്പോഴും ജനങ്ങളെ ഉണർത്താറുണ്ടായിരുന്നു. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമദാൻ. പടച്ചോനെ, റജബിൽ ഞങ്ങൾക്ക് ആത്മവിശുദ്ധി തരണമേ, ശഅബാനിൽ ഞങ്ങൾക്ക് ആത്മവിശുദ്ധി തരണമേ. രണ്ടും രണ്ട് ആത്മവിശുദ്ധിയാണ്. വബല്ലിഗ്നാ റമദാൻ, എന്നിട്ട് വേണം ഞങ്ങൾക്ക് റമദാൻ എത്താൻ, ആ റമദാൻ ഞങ്ങൾക്ക് എത്തിച്ചു തരണേ എന്ന് ദുആ ചെയ്തു. എന്താണ് അതിന് കാരണം? നമുക്കെല്ലാവർക്കും അറിയാം, റമദാനിൽ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ, 1000 മാസത്തേക്കാൾ പുണ്യമേറിയ ഒരു രാത്രി റമദാനിലുണ്ട്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു രാത്രിയെ ലഭിക്കണമെങ്കിൽ, ആ ഒരു രാത്രി നമുക്ക് ആ രാത്രിയെ ഉൾക്കൊള്ളണമെങ്കിൽ അതിനൊന്ന് ഒരുങ്ങേണ്ടതുണ്ട്. ആ ഒരുക്കമാണ് ലൈലത്തുൽ ഖദ്റുള്ള റമദാനിന് വേണ്ടി ഒരുങ്ങി. റജബ് മുതൽക്ക് ഒരുങ്ങി, 2 മാസം മുമ്പ് ഒരുങ്ങി. എന്താ അതിൻ്റെ സൂചന? എല്ലാറ്റിലും അള്ളാഹുവിനും റസൂലിനും ഒരു സൂചക ഭാഷയുണ്ട്. വിശുദ്ധ ഖുർആനിലും ഹദീസിലും സർവത്തിലും അള്ളാഹിന്റെ ഹബീബിന് മുഹമ്മദ് എന്ന് പേരിട്ടതിൽ, മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹക്ക് ഫാത്തിമത്ത് എന്ന് പേരിട്ടതിൽ തുടങ്ങി എല്ലാറ്റിലും അള്ളാഹുവിന്, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഹബീബിന് ഒരു സൂചക ഭാഷണമുണ്ട്. ആ സൂചക ഭാഷണം മനസ്സിലാക്കിയാൽ നാം എപ്പോഴും നമ്മുടെ കാതിൽ അള്ളാഹുവിൻ്റെ ഉപദേശം കേട്ടുകൊണ്ടിരിക്കുകയാണ്, അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ഉപദേശം കേട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് മറ്റൊരു വഅലിൻ്റെ, ഒരു പ്രസംഗത്തിൻ്റെ ആവശ്യം നമുക്കില്ല. പക്ഷെ അതിന് നമ്മുടെ ബുദ്ധിയിൽ അല്ലാഹു തആല ബർക്കത്ത് ചെയ്യണം. അങ്ങനെ ബർക്കത്തുള്ള ബുദ്ധിയുള്ള ആളുകളിൽ നമ്മളെല്ലാവരും, നമ്മളെ മക്കളെയൊക്കെ അല്ലാഹു തആല പെടുത്തട്ടെ. അപ്പോൾ അതിൻ്റെ സൂചന റജബ്, ശഅബാന്, റമദാൻ, ഇങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ പ്രത്യേകം ശ്രദ്ധിച്ചതിൻ്റെ സൂചന ലൈലത്തുൽ ഖദ്ർ എന്ന് പറഞ്ഞ രാത്രിക്ക് 1000 മാസങ്ങളെക്കാൾ പുണ്യമുണ്ട് എന്ന് പഠിപ്പിച്ചപ്പോൾ അതിനൊരു കാരണമുണ്ട്. അവിടെ ഒരു സൂചക ഭാഷയുണ്ട്. അതെന്താണ്? അത് ആരിഫീങ്ങൾ പറഞ്ഞു, അതുമായി അറിവുള്ള പണ്ഡിതന്മാർ പറഞ്ഞു. ഉദാഹരണമായി ഇബ്നു ഹജർ അൽ ഹൈതമി റഹിമഹുല്ല അടക്കമുള്ള പണ്ഡിതന്മാർ പറഞ്ഞു, ലൈലത്തുൽ ഖദ്റിനേക്കാൾ പുണ്യം ലൈലത്തുൽ മൗലിദ്, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ആ രാത്രി അടങ്ങുന്ന മാസത്തിനും ആ രാത്രിക്കും ഉണ്ട്. ഇത് ചെറിയൊരു വാക്കല്ല. എന്താ പറഞ്ഞത്? 1000 മാസങ്ങളേക്കാൾ പുണ്യമാണ് ലൈലത്തുൽ ഖദ്റിന്. എന്നാൽ ലൈലത്തുൽ മൗലിദിനോ? അതിനെക്കുറിച്ച് ഇബ്നു ഹജർ ഹൈതമി റഹിമഹുല്ല പറഞ്ഞത്, അതിന് ലാ യുസ്തഖ്സാ, അതിന് 1000 മാസങ്ങൾ എന്ന് പറഞ്ഞ് ഒതുക്കാൻ പറ്റിയതല്ല. അറ്റമില്ലാത്ത പ്രതിഫലം ലൈലത്തുൽ മൗലിദിന് ഉണ്ട്. പക്ഷെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ലൈലത്തുൽ ഖദ്റിൻ്റെ അന്ന്, ലൈലത്തുൽ ഖദ്ർ എന്നാണെന്ന് അറിവില്ലെങ്കിലും, അന്ന് കൂടുതൽ ശ്രദ്ധിച്ചില്ലെങ്കിലും, റമദാനിൽ ഇങ്ങനെ അശ്രദ്ധയിൽ നിൽക്കുന്ന ആളുകൾക്കും തെറ്റൊന്നും ചെയ്യാതെ നിൽക്കുന്ന ആളുകൾക്കും ആ പുണ്യം കിട്ടും. പക്ഷേ ലൈലത്തുൽ മൗലിദിന്റെ പുണ്യം കിട്ടണമെങ്കിൽ അന്ന് അള്ളാഹിന്റെ ഹബീബിനെ ശ്രദ്ധിക്കണം, മഹബത്ത് വേണം. അന്ന് മൗലിദ് ഓതിക്കൊള്ളണം. മൗലിദ് ഓതാത്ര റബീഉൽ അവ്വൽ ഉണ്ടാവാൻ പാടില്ല. ആ ശ്രദ്ധയോടെ നിൽക്കുന്നവർക്ക് ലൈലത്തുൽ ഖദ്റിനേക്കാൾ പുണ്യം ലൈലത്തുൽ മൗലിദിന് ഉണ്ട് എന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. അതിന് കാരണവുമുണ്ട്.
ഞാൻ ആ കാരണത്തിലേക്ക് പ്രവേശിച്ചാൽ എന്തുകൊണ്ട് ലൈലത്തുൽ ഖദറിന് പുണ്യം കിട്ടി എന്നുള്ള കാരണം മനസ്സിലാക്കിയാൽ നമുക്ക് വളരെ സ്പഷ്ടമായി മനസ്സിലാകും. അതുകൊണ്ട് തന്നെ ലൈലത്തുൽ മൗലിദിന് അള്ളാഹുവിൻ്റെ ഹബീബ് ജനിച്ച രാത്രിക്ക് പുണ്യമുണ്ട്. അതിപ്പോൾ നമ്മൾ ഇവിടെ ഒരു ഗ്രന്ഥരചന നടത്തി. അതിലത് വിശദമായി ആലിമീങ്ങൾക്ക് വേണ്ടി അറബിയിൽ എഴുതിയിട്ടുണ്ട്. മലയാളത്തിൽ ഇനി ആലിമീങ്ങൾ അത് നോക്കിയിട്ട് പറയട്ടെ. കഴിഞ്ഞ റമദാൻ മുതൽക്ക് ഷവ്വാൽ മുതൽക്ക് നമ്മൾ ലീവിലാ. ഞങ്ങളോട് പറഞ്ഞു നമ്മൾ ചില പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളുടെ രചനയ്ക്ക് വേണ്ടി ലീവ് എടുത്തതാണ്. ഇപ്പോൾ കഴിഞ്ഞ ഷവ്വാൽ മുതൽക്ക് ഈ സമയം വരെ നമ്മൾ ഒരു 10ഓളം കിതാബുകൾ എഴുതി. അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ. അതെല്ലാം അള്ളാഹിൻ്റെ ഹബീബുമായി ബന്ധപ്പെട്ട കിതാബുകളാണ്. അത് എഴുതി ഇപ്പോൾ തന്നെ പ്രസിദ്ധീകരിക്കും ഇൻഷാ അല്ലാഹ്. ഈ റബീഉൽ അവ്വലിൽ അത് ഇറങ്ങാൻ പോവുകയാണ്. ആ 10 കിതാബ് ഇറങ്ങാൻ പോവുകയാണ്. പ്രധാനപ്പെട്ട വിഷയങ്ങൾ അതിൽ എഴുതിയിട്ടുണ്ട്, വിശദീകരിച്ചിട്ടുണ്ട്. അതാണ് 10 കിതാബുകൾ. ഈ റബീഉൽ അവ്വലിൻ്റെ മുമ്പായി ആ 10 കിതാബുകൾ ഇറങ്ങാൻ പോവുകയാണ്. 1000ഓളം പേജുണ്ടാവും ഇൻഷാ അല്ലാഹ്. 2 വോള്യങ്ങളിലായി അത് ഇറങ്ങാൻ പോവുകയാണ്. ആ കിതാബിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ് ലൈലത്തുൽ ഖദറിന് പുണ്യമുണ്ടാവാൻ കാരണം, എന്തുകൊണ്ടാണ് ലൈലത്തുൽ ഖദറിനേക്കാൾ എണ്ണമറ്റ പുണ്യം ലൈലത്തുൽ മൗലിദ് അള്ളാഹിൻ്റെ ഹബീബ് ജനിച്ച രാത്രിക്ക് ഉണ്ടാവാൻ കാരണം അതിൽ വിശദീകരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞു തരും ഇൻഷാ അല്ലാഹ്. അത് മറ്റൊരു സമയത്താവാം. ഞാനിപ്പോൾ എന്താ ആ കിതാബുകൾ എഴുതിയത് നിങ്ങളോട് പറഞ്ഞത്, നിങ്ങളെ പ്രാർത്ഥന കൊണ്ടും നിങ്ങളുടെ ഒക്കെ സംഭാവന കൊണ്ടുമാണ് ഈ ലൈബ്രറി ഇവിടെ ഉണ്ടായത്. നമ്മുടെ ലൈബ്രറി, ഈ ലൈബ്രറിയിലുള്ള കിതാബുകൾ ഒക്കെ നോക്കിയിട്ടാണ്, ഇതെല്ലാം ആധാരമാക്കിക്കൊണ്ടാണ് ഈ കിതാബുകളൊക്കെ എഴുതുന്നത്. അപ്പം അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്കൊക്കെ ഉണ്ട് എന്നുള്ള സന്തോഷ വാർത്തക്കാണ് ഞാനിതിവിടെ പറഞ്ഞത്. വിശുദ്ധ ഖുർആനെ കുറിച്ച്, വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫാത്തിഹ മുതൽ ഖുൽ അഊദു ബി റബ്ബിന്നാസ് വരെ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചുള്ള മദ്ഹാണ് മൗലിദ പറയുന്നത്. അത് സവിസ്തരം പറയുന്നൊരു വ്യാഖ്യാനം വേണ്ടേ വിശുദ്ധ ഖുർആന്? വേണം. അത് എഴുതാൻ പോവുകയാണ്. ആരോ എവിഡൻസ് വിട്ട് അബ്ദുൽ ബസീർ സഖാഫി ഖുർആനിന് ഒരു വ്യാഖ്യാനം എഴുതുന്നുണ്ട്. ഇതുവരെ എഴുതപ്പെട്ട വ്യാഖ്യാനമൊക്കെ തെറ്റാണ്, ശരിയല്ല എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം വ്യാഖ്യാനം എഴുതുന്നത്. അതാരെ പറഞ്ഞ്? എന്തൊരു ഹൈറായ സംഗതി നടക്കുന്നുണ്ടെങ്കിലും അതിന് യാതൊരു രേഖയും ഒരു തെളിവും ആധാരവും ഇല്ലാതെ അതിനെ വിമർശിക്കുകയും അതിനെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു ഇബിലീസിയൻ യുഗത്തിലാണ് നമ്മളുള്ളത്. ദജ്ജാലിയൻ യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് അൽ കഹ്ഫ് ഓതിക്കോളി എല്ലാ വെള്ളിയാഴ്ചയും. അൽ കഹ്ഫ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം അറിയോ? അൽ കഹ്ഫ് എന്ന അഭയകേന്ദ്രം. അപ്പോൾ അൽ കഹ്ഫ് ഓതിക്കോളി, അതാണ് അഭയകേന്ദ്രം. ഈ കാലഘട്ടത്തിൽ അഭയം വേണോ? അൽ കഹ്ഫ് ഓതിക്കോളി. അള്ളാഹിൻ്റെ ഹബീബ് അത് കുറേ കാലം മുമ്പ് പറഞ്ഞു വെച്ചു. അത് പ്രാക്ടിക്കൽ ആക്കേണ്ട സമയമാണ് ഇപ്പോൾ. അൽ കഹ്ഫ് ഞാൻ ഓതൽ സുബഹി നിസ്കരിച്ച ഉടനെ അൽ കഹ്ഫ് ആന്ന് ഓതൽ. എന്തുകൊണ്ട്? ഉടനെ ഓതിയില്ലെങ്കിൽ ചിലപ്പോൾ എങ്ങോട്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാനുണ്ടായി, വെള്ളിയാഴ്ച അവിടെ പള്ളിയിൽ പോയി അൽ കഹ്ഫ് ഓതാന്ന് വിചാരിച്ചാൽ അർജൻറ്റ് കേസിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിലപ്പോൾ പോകേണ്ടി വരും. അപ്പോൾ ചിലപ്പോൾ അൽ കഹ്ഫിൻ്റെ അല്പം ഖളാ ആയി പോവും ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ്. അതുകൊണ്ട് ആ പ്രശ്നമില്ലാതിരിക്കാനോ സുബഹി നിസ്കരിച്ച ഉടനെ തന്നെ അൽ കഹ്ഫ്. അപ്പം പിന്നെ മൂല്യരെ പള്ളിയിൽ പോയാൽ അപ്പം എന്താ ചെയ്യുക? നമ്മൾ പള്ളിയിൽ പോയാൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തവരുണ്ട്. വെള്ളിയാഴ്ച പള്ളിയിൽ പോയാൽ 2 അൽ കഹ്ഫ് വീണ്ടും ഓതിക്കുക, സമയമുണ്ടെങ്കിൽ 3 ഓതാ. അല്ലെങ്കിലോ സ്വലാത്ത് ചൊല്ലിക്കോളൂ, സ്വലാത്ത് വർദ്ധിപ്പിക്കണം വെള്ളിയാഴ്ച. ചിലർ വെള്ളിയാഴ്ച പള്ളിയിൽ വന്നിട്ട് നമ്മൾ കേൾക്കാറുണ്ട്, കാണാറുണ്ട്, അൽ കഹ്ഫ് ഒരൊട്ട് ഓതും, പിന്നെ യാസീൻ ഓതി കുത്തിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ കോട്ട വിട്ടിരിക്കും. അതല്ല വേണ്ടത്. യാസീന് പുണ്യമുള്ളത് തന്നെ, പക്ഷെ വെള്ളിയാഴ്ച യാസീൻ അല്ല ഓതേണ്ടേ. ഖുർആനാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, വെള്ളിയാഴ്ച യാസീൻ അല്ല ഓതേണ്ടേ. അൽ കഹ്ഫ് കഴിഞ്ഞാൽ പിന്നെ സ്വലാത്ത്. ഇത് രണ്ടുമാണ് വെള്ളിയാഴ്ച പുണ്യം. ഓരോന്നും മനസ്സിലാക്കണം. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുമ്പോൾ, ആരാധന ചെയ്യുമ്പോൾ അതിന് അറിവ് വേണം. അറിവോടുകൂടെ ആരാധന ചെയ്താൽ അതിൻ്റെ പ്രതിഫലം ഒന്ന് വേറെയാണ്. ഞാൻ പറഞ്ഞു വന്നത്
മുഹറം മാസത്തിലാണ് നമ്മളുള്ളത്. അപ്പൊ അള്ളാഹുവിന്റെ ഹബീബ് സൂചിപ്പിച്ചത് മുഹറം മാസം വരുമ്പോ ഒരുങ്ങണം. എന്തിനൊരുങ്ങണം? ലൈലത്തുൽ ഖദ്റിനേക്കാൾ പുണ്യമുള്ള രാവായ മുത്തുനബി ജനിച്ച ആ രാവിനെ എനിക്ക് ഉപയോഗപ്പെടുത്തണം. 1000 മാസമല്ല, ലക്ഷക്കണക്കിന് മാസമല്ല, എണ്ണമറ്റ പ്രതിഫലമുള്ള ഒരു ലൈലത്താണ്, രാത്രിയാണ് അള്ളാഹുവിന്റെ ഹബീബ് ജനിച്ച രാത്രി. അന്ന് മലക്കുകൾ സന്തോഷിക്കുകയാണ്, വാനലോകത്തെല്ലാം ഔലിയ എല്ലാം സന്തോഷിക്കുകയാണ്. ഔലിയാകെല്ലാം വളരെ സന്തോഷത്തോടെ അള്ളാഹു എല്ലായിടത്തും ഡെക്കറേഷൻ ചെയ്യുന്ന രാത്രിയാണ്. അന്ന് നമുക്ക് ഡെക്കറേഷൻ ചെയ്യാൻ പറ്റൂലേ സംശയമാണ് ഭൂമിയിലുള്ള ചില ആളുകൾക്ക്. അത്രയും വലിയ പുണ്യമുള്ള രാവാണ് അള്ളാഹുവിൻ്റെ ഹബീബ് ജനിച്ച രാവ്. അത് ജനിച്ച അന്ന് മാത്രമല്ല, എല്ലാ വർഷവും ആവർത്തിച്ച് വരുന്നതിനും ഉണ്ട് എന്നൊക്കെ സവിസ്തരം ലക്ഷ്യപൂർവം ഞാൻ ഇപ്പോൾ എഴുതി വെച്ച 10 കിതാബുകളുടെ കൂട്ടത്തിൽ ഒന്നിലുണ്ട്, ഇനിയും എഴുതാനുമുണ്ട്. അതുകൊണ്ട് നിങ്ങളൊക്കെ ദുആ ചെയ്യണം. നമ്മളെ ഗ്രന്ഥങ്ങളൊക്കെ ഉഷാറായി മുന്നോട്ട് പോവാൻ നമുക്ക് ഇനി തോന കാലൊന്നുമില്ല. കുറഞ്ഞ കാലത്തിൻ്റെ ഉള്ളിൽ കുറെ എഴുതി വെക്കാനുണ്ട്. വതആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ എന്നല്ലാതെ നമുക്ക് സ്വാർത്ഥമായ ഒരു ലക്ഷ്യവുമില്ല. അങ്ങനെ സ്വാർത്ഥ ലക്ഷ്യമുണ്ടെന്ന് ആരെങ്കിലും ആരോപിക്കുന്നുണ്ടെങ്കിൽ അവർ സ്വാർത്ഥ ലക്ഷ്യങ്ങൾ സദാ കൊണ്ടു നടക്കുന്നവരായിരിക്കണം. അതുകൊണ്ടാണ് അൽമർഉ യഖീസു അലാ നഫ്സിഹി, താൻ ചെയ്യുന്നത് മറ്റുള്ളവരെ കുറിച്ച് വിലയിരുത്താൻ ഒരാൾക്ക് സാധിക്കൂ എന്നുള്ള ഒരു അർത്ഥവാക്യമുണ്ട്. അതുകൊണ്ട് അവരെക്കുറിച്ച് കൂടുതൽ ആലോചിച്ച് അവർ തന്നെ തൗബ ചെയ്യുക. എന്നാൽ മറ്റുള്ളവരെ കുറിച്ച് നല്ലത് വിചാരിക്കാൻ സാധിക്കും. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. റജബ് മാസം വരുമ്പോൾ റമദാനിന് ഒരുങ്ങുന്നത് പോലെ മുഹറം മാസം വരുമ്പോൾ ഒരുങ്ങിക്കോ. മുഹറം നിഷിദ്ധം എന്ന അർത്ഥം. അള്ളാഹുവിന്റെ ഹബീബിന് ഇഷ്ടമില്ലാത്തതല്ല നിന്റെ ജീവിതത്തിൽ നീ നിഷിദ്ധമാക്കി തുടങ്ങി. അതാ മുഹറം. അള്ളാഹിന്റെ ഹബീബിന് ഇഷ്ടമില്ലാത്തതെല്ലാം നീ നിഷിദ്ധമാക്കി. അത് അറബി കലണ്ടറിലെ വർഷാരംഭമാണ്. ആ വർഷാരംഭത്തിൽ കഴിഞ്ഞ വർഷത്തിൽ സംഭവിച്ചു പോയ തെറ്റുകളിൽ നിന്നെല്ലാം തൗബ ചെയ്ത് ഒരു പുതുവത്സരാരംഭത്തിൽ നിങ്ങൾ എല്ലാം അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത സർവ്വ സ്വഭാവങ്ങളും ഞാൻ എൻ്റെ ശരീരത്തിൻ്റെ മേൽ നിഷിദ്ധമാക്കി എന്ന് വിചാരിക്കുകയും അങ്ങനെ തീരുമാനിക്കുകയും വേണം. എന്നാൽ മുഹറമിൽ നമ്മുടെ ജീവിതം മെച്ചപ്പെട്ടു, അള്ളാഹിന്റെ ഹബീബിന് ഇഷ്ടപ്പെട്ട ജീവിതമായി. അള്ളാഹിന്റെ ഹബീബിനോടുള്ള മഹബത്ത് എന്താണെന്ന് നമുക്ക് തിരിയും. അള്ളാഹിന്റെ ഹബീബിനോടുള്ള മഹബത്ത് എന്താണെന്ന് തിരിയാൻ തുടങ്ങും. പിന്നത്തെ മാസം സഫറാണ്. സഫർ എന്ന് പറഞ്ഞാൽ 0 എന്ന അർത്ഥം. സഫറാവലോടുകൂടെ അള്ളാഹുവിന്റെ ഹബീബിന് ഇഷ്ടമില്ലാത്ത ഒരു സംഗതിയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാനേ പാടില്ല. അത് 0 അള്ളാഹുവിന് അനിഷ്ടമായ കാര്യങ്ങൾ, അള്ളാഹുവിനും ഹബീബിനും അനിഷ്ടമായ കാര്യങ്ങൾ നമ്മുടെ ഡിക്ഷണറിയിൽ 0 അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ ഏട്ടിൽ അത് 0 എന്നാൽ സഫറും നമുക്ക് ഉപകാരപ്പെട്ടു. അപ്പോൾ നമുക്ക് അടുത്ത റബീഉൽ അവ്വൽ വന്നെങ്കിൽ റബീഉൽ അവ്വലിൽ ഞാൻ അള്ളാഹുവിൻ്റെ റസൂലുമായി അടുത്തുകൂടി അള്ളാഹുവിൻ്റെ ഹബീബിലൂടെ ഞാൻ അള്ളാഹുവിലേക്ക് എത്തും എന്നുള്ളൊരു വാശി നമുക്ക് വരും. അള്ളാഹിൻ്റെ ഹബീബിനാണ് മാറ്റി വെച്ചിട്ട് ഞാൻ അള്ളാഹിലേക്ക് നേരെ എത്തും എന്ന് വിചാരിക്കണ്ട കേട്ടോ. 1000 കൊല്ലം അതിന് കുമ്പിട്ടാലും എവിടെ എത്തൂല, തുടങ്ങിയോടത്ത് തന്നെ ഉണ്ടാവും. അപ്പൊ അള്ളാഹിന്റെ ഹബീബിലൂടെ അടുക്കി അള്ളാഹുവിന്റെ ഹബീബിനെ മഹബത്ത് വെക്കാൻ സാധിക്കും. അള്ളാഹുവിന്റെ ഹബീബിലേക്ക് കൽബ് കൊടുക്കാൻ സാധിക്കും. അള്ളാഹുവിന്റെ ഹബീബ് എൻ്റെ മുന്നിലുണ്ടെന്ന് വിചാരിക്കാൻ നിനക്ക് സാധിക്കും. ബുർദത്തു ശരീഫത്തിൽ നിനക്ക് ആവേശം വരും. മൗലിദുൽ ഹുസ്നൈനി ഓതുമ്പോൾ നിനക്ക് ആവേശം വരും. മങ്കൂസ് മൗലിദ് ഓതുന്നതിൽ നിനക്ക് ഭക്തി വരും. ഷറഫുൽ അനാം ഓതുമ്പോൾ നിനക്ക് ഭയഭക്തി ഉണ്ടാവും. ഇതൊക്കെ ഉണ്ടായേ പറ്റൂ. എന്നാൽ മാത്രമേ നീ അള്ളാഹിന്റെ ഹബീബിന്റെ മുഹിബ്, അള്ളാഹുവിന്റെ ഹബീബിനെ ഇഷ്ടപ്പെടുന്നവർ എന്ന് പറയാൻ പറ്റൂ. എന്നാൽ മാത്രമേ നിനക്ക് അള്ളാഹിന്റെ ഹബീബുമായി ബന്ധമുണ്ടാവൂ. എന്നാൽ മാത്രമേ നിനക്ക് അള്ളാഹുവുമായി ബന്ധമുണ്ടാവൂ. അതുകൊണ്ട് പഠിച്ചോനെ, ഞാനിതാ നിന്നിലേക്ക്
ബാഹ്യമായ എല്ലാ തെറ്റിൽ നിന്നും ഈ മുഹറമിൽ തന്നെ ഒഴിവായിരിക്കുന്നു. സഫറിൽ ഞാൻ എൻ്റെ ആന്തരികമായ പ്രശ്നങ്ങൾ, ദുസ്വഭാവങ്ങൾ, മനസ്സിലുള്ള എല്ലാ കെടുമ്പുകളും അതെല്ലാം ഞാൻ വൃത്തിയാക്കി ഒന്നും കൂടെ വിശുദ്ധനായി ഞാൻ പൂജ്യമാവും. സർവ വേണ്ടാത്തരങ്ങളിൽ നിന്ന് ഞാൻ പൂജ്യമായി വസന്തമാവും. റബീഉൽ അവ്വൽ വരുമ്പോ മുഹറമും സഫറും എൻ്റെ കൽബിലെത്തണം. കൽബിലെത്തിയാൽ പിന്നെ കൽബിൽ റബീഉ ആയി. റബീഉൽ ഖൽബ്, എൻ്റെ കൽബിക്ക് ലഭിച്ച വസന്തകാലം, എൻ്റെ കൽബിലുണ്ടായ വസന്തകാലം, കൽബിലുള്ള റബീഉ, ആ റബീഇനെ സജീവമാക്കിയിരിക്കുന്നു. കൽബിലുള്ള റബീഇനെ ജീവസുറ്റതാക്കിയിരിക്കുന്നു. ഷഹ്റുൽ മൗലിദി, റമദാൻ റബീഉൽ അവ്വലിന്റെ 1-ാം രാത്രി മുതൽക്ക് തന്നെ, ഷഹ്റുൽ മൗലിദി റബീഉൽ അവ്വലിന്റെ 1-ാം രാത്രി മുതൽക്ക് തന്നെ എൻ്റെ കൽബിത സജീവമാക്കിയിരിക്കുന്നു. ധാരാ പറയുന്നത് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്, വലിയാണ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു, സംശയം വേണ്ട. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ആണ് ഈ കേരളത്തിലുള്ള മുസ്ലിങ്ങളുടെ നടുന്തൂണ്. അവരിൽ നിന്നാണ് നമുക്ക് ഈ ദീൻ ഇവിടെ കിട്ടിയത്. അപ്പോ അവരാണ് മങ്കൂസ് മൗലിദ് ഉണ്ടാക്കിയത്. 10-ാം നൂറ്റാണ്ടിലാണ്, 900-കളിലാണ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ജീവിക്കുന്നത്, നേതൃത്വം കൊടുക്കുന്നത്. അവരാണ് മങ്കൂസ് മൗലിദ് ഉണ്ടാക്കിയത്. ആ മങ്കൂസ് മൗലിദിലാ പറഞ്ഞത് അഹ്യാ റബീഉൽ ഖൽബി ഷഹ്റുൽ മൗലിദി, ജനങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ മാസം വരുന്നതോടുകൂടെ സന്തോഷത്തിലാണ്. അങ്ങനെ പറയാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് റബീഉൽ അവ്വലിന് ഒരുങ്ങണം. റബീഉൽ അവ്വൽ മാത്രം പോരാ, മൗലിദ് എപ്പോഴും വേണം, എല്ലാ ദിവസവും വേണം. അതാണല്ലോ നമ്മുടെ മജ്ലിസുൽ ഹുസ്നൈനി നൽകുന്ന സന്ദേശം. മൗലിദ് റബീഉൽ അവ്വൽ മാത്രമല്ല, എപ്പോഴും വേണം, എന്നും വേണം. അതാണല്ലോ നമ്മുടെ മൗലിദുൽ ഹുസ്നൈനി നൽകുന്ന സന്ദേശം. മൗലിദുൽ ഹുസ്നൈനി 30 ഹിസ്ബല്ലയോ? അത് എല്ലാ ദിവസവും വർഷം ഫുൾ ചൊല്ലാൻ വേണ്ടി ഉണ്ടാക്കിയതല്ലേ? ഒരു ഹിസ്ബ് ഒരാൾക്ക് ചൊല്ലാൻ സാധിക്കാത്തവന് ബുദ്ധിമുട്ടണ്ട. ഒരു ദിവസം ഒരു ഹിസ്ബ് ചൊല്ലേണ്ട, ഒരു ദിവസം ഒരു ഹദീസും ഒരു ബൈത്തും ചൊല്ലിക്കോ, എന്നിട്ടൊരു കൊല്ലത്തിൽ തീർത്താൽ മതി മൗലിദുൽ ഹുസ്നൈനി ഖത്മ്. ഒരു പ്രശ്നമല്ല. അതിനും കഴിയില്ലെങ്കിൽ ഒന്നും കൂടെ പകുതിയാക്കാം. നിങ്ങൾ നോക്കൂ, എൻ്റെ കയ്യിലുള്ള ഈ കിതാബ്, ഇതെന്താ കിതാബ്? ഇത് മൗലിദുൽ ഹുസ്നൈനി പോലെ മറ്റൊരു കിതാബാണ്, മുത്തുനബിയുടെ മൗലിദ, ഫത്ഹുൽ മുജീബ് ബിമദ്ഹിൽ ഹബീബ്, ഹബീബിനെ പറ്റി എഴുതിയൊരു മൗലിദ. ധാരാ ഉണ്ടാക്കി അഷൈഖ് ഈസ അൽ ബയാനൂനി എന്ന് പറഞ്ഞ മഹാൻ ഉണ്ടാക്കിയത്. 1362 ഇവർ വഫാത്തായത്. ഏകദേശം 83 വർഷം മുമ്പാണ് ഇവർ വഫാത്തായത്. 83 വർഷം മുമ്പ്. 1445 നമ്മളുള്ളത്. 1362 ഇവര് വഫാത്തായത്. 83 വർഷം മുമ്പാണ് വഫാത്തായത്. ഇവര് എന്തിനാ ഈ മൗലിദ് ഉണ്ടാക്കിയത്? എല്ലാ ദിവസവും മൗലിദ് ഓതുന്ന പതിവുണ്ടായിരുന്നു ഇവർക്ക്. ഇവർ ഏത് നാട്ടുകാരനാണ്? കേരളക്കാരനല്ല, സിറിയക്കാരനാ, സൂര്യ, ഹലബിലെ ബയാനൂൻ എന്ന് പറഞ്ഞ കുഗ്രാമത്തിലുള്ള മഹാനാണ് ഈസ അൽ ബയാനൂനി. ഇദ്ദേഹം ഈ മൗലിദ് ഉണ്ടാക്കിയത് എല്ലാ ദിവസവും മൗലിദ് ഓതാന്. ഇവര് ഒരു മൗലിദ് ഗ്രൂപ്പ് ഉണ്ടാക്കി, ജംഇയ്യത്തുൽ മൗലിദ് എന്നതിന് പേരിട്ടത്. ജംഇയ്യത്തുൽ മൗലിദ്. ഇപ്പൊ ഗ്രൂപ്പിന്റെ കാലല്ലേ, ഗ്രൂപ്പിന്റെ കാല. വാട്സപ്പ് ഗ്രൂപ്പ്, ടെലിഗ്രാം ഗ്രൂപ്പ്, ഇങ്ങനെ പല ഗ്രൂപ്പും ഉണ്ട്. അപ്പോ ഇവർ ഗ്രൂപ്പ് ഉണ്ടാക്കി ആ കാലത്ത് 1362 മുന്നേ. ആ ഗ്രൂപ്പിന് ജംഇയ്യത്തുൽ മൗലിദ്, മൗലിദിന്റെ സംഘടന അല്ലെങ്കിൽ ഗ്രൂപ്പ് എന്ന് പേരിട്ട്. എന്നിട്ട് അതിൽ ധാരാളം മുഹിബ്ബീങ്ങൾ ഒരുമിച്ച് കൂട്ടി അവരുടെ പേരുകൾ അക്ഷരമാല ക്രമത്തിൽ എഴുതി അവര് ഓരോ ദിവസവും അതിൽ 40ഓളം ആളുകളുടെ പേരുണ്ടായിരുന്നു എന്നാ പറയുന്നത്. ആ 40 ആളുകളും ഒരു ദിവസം ഒരാളുടെ വീട്ടിലേക്ക് 40 ആളും ചെല്ലും. എന്നിട്ട് അവിടെ വെച്ച് മൗലിദ് ഓതും. പിറ്റേ ദിവസം രണ്ടാമത്തെ ആളുടെ പേര്, ആ പേരുള്ള വ്യക്തിയുടെ വീട്ടിലേക്ക് പിറ്റേ ദിവസം, പിന്നെ മൂന്നാമത്തെ വ്യക്തി. ഇങ്ങനെ 40 വ്യക്തിയും തീർന്ന ആദ്യത്തെ വ്യക്തി തുടങ്ങും. ഇങ്ങനെ പതിവ് ഇവർക്ക് ഉണ്ടായിരുന്നു, മൗലിദ് ഓതുന്ന പതിവുണ്ടായിരുന്നു. അങ്ങനെയാണ് മക്കയിലൊക്കെ ഉള്ള മൗലിദ്.
മക്കയിൽ ഇപ്പോഴുള്ള മൗലിദ് അങ്ങനെ. മക്കയിൽ എവിടെയോ ഹോട്ടലിൽ ജോലി ചെയ്യാൻ പോയി, എന്നിട്ടോ അവൻ പറയാം മക്കത്തൊന്നും മൗലിദില്ല, അതൊക്കെ മൗലിയമാര് പൈസക്ക് വേണ്ടി ഉണ്ടാക്കിയതാ. നീ എന്ത് വിഡ്ഢിയായി പോയി? ഈ ദീനുൽ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നതും പകർന്നു തരുന്നതും ജുമുഅ നടത്തി തരുന്നതും എല്ലാം പണ്ഡിതന്മാരല്ലേ. പണ്ഡിതന്മാർക്കൊന്നും തിരിയൂല, അവരൊക്കെ ദീനിനെ ഒഴിവാക്കുന്ന അനക്ക് മാത്രം ദീന് തിരിഞ്ഞ്, എന്നിട്ട് ഈ വഹാബിയായി, ജമാഅത്ത് ഇസ്ലാമിയായി. അതാണോലോ സത്യം. മൗലവിമാര് കാശിന് വേണ്ടിയാണ് ഇതൊക്കെ നടത്തുന്നത്. അത് തിരിയും, കുറച്ച് കഴിഞ്ഞാൽ തിരിയും. അനക്കൊരാള് നേതൃത്വം കൊടുക്കാൻ വരുന്നുണ്ട്, അടുത്തന്നെ വരും അവന് കേട്ടോ, അപ്പൊ അവന്റെ കൂടെ കൂടാം. പണ്ഡിതന്മാർ അല്ലെങ്കിൽ നിങ്ങളെ ഭാഷയിൽ മൗലിയമാർ ഒരു കാര്യം ചെയ്യുന്നത് അതില് കഴമ്പുണ്ടാവും, അത് വെറുതെ ചെയ്യല്ല. ഇവിടുത്തെ മൗലിയമാരുണ്ടാക്കിയതല്ല മൗലിദ്. മക്കത്ത് ഹറമിന്റെ അടുത്ത് തന്നെ, ഹറമിൽപ്പെട്ട ഭാഗത്ത് തന്നെ എത്രയോ വീടുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട് മൗലിദ്. സദാ എല്ലാ രാത്രിയും മൗലിദ്. അത് ഈ രൂപ, ഈ പറഞ്ഞ രൂപ ഈസാ ബയാനൂനിന്റെ ശൈലിയ. അന്ന് ആ സദസ്സിൽ ഒരുമിച്ച് കൂടിയോലൊക്കെ പിറ്റേ ദിവസം വീട്ടിൽ അവരെല്ലാവരും ആ വീട്ടിലുണ്ടാവും. അങ്ങനെ എല്ലാ ദിവസം മൗലിദ്, വർഷം ഫുൾ മൗലിദ് നടക്കുന്ന നാടാണ് മക്കത്തുൽ മുക്കറമ. മദീനയിലും അതുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ പങ്കെടുത്തിട്ടില്ല. അപ്പോൾ ഇവർ ഈ മൗലിദ് നിർവഹിക്കുന്നത് കൊണ്ട് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ധാരാളം പ്രാവശ്യം സ്വപ്നം കണ്ടു. അള്ളാഹിന്റെ ഹബീബ് പല സന്തോഷ വാർത്തകളും നൽകി. അന ഹബീബുല്ലാ യാ ഈസ, അന ഹബീബുല്ലാ വ അൻത ഹബീബി. ഈസ, ഞാൻ അള്ളാഹിന്റെ ഹബീബാണ്, നീ എൻ്റെ ഹബീബുമാണ് എന്ന് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിൽ ഈസൽ ബയാനൂനിയോട് പറഞ്ഞ സംഭവം. അങ്ങനെ ഈസാ ബയാനൂനിന്റെ കൂടെയുള്ള ആളുകളോട് അങ്ങനെ പറഞ്ഞ സംഭവം. ഈസ എൻ്റെ ഹബീബാണ്, ഞാൻ അള്ളാഹിന്റെ ഹബീബാണ്. എത്രയോ സ്വപ്നങ്ങൾ അവർ ഈ മൗലിദ് കിതാബ് തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് പിന്നെ ഒരു സംഭവം പറയുന്നുണ്ട്. അവര് പറയുന്നുണ്ട് ഈ മൗലിദ് പരിപാടിയിൽ ജംഇയ്യത്ത് അൽ മൗലിദ് എന്ന് പറഞ്ഞ മൗലിദ് ഗ്രൂപ്പിൽ അതിൽ പേര് നൽകാതെ അതിൽ രജിസ്റ്റർ ചെയ്യാതെ ഒരാൾ പങ്കെടുക്കാറുണ്ടെന്ന് ചിലപ്പോഴൊക്കെ. അദ്ദേഹം ഒരു ദിവസം അള്ളാഹിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കണ്ടു. സ്വപ്നം കണ്ടപ്പോ അള്ളാഹിന്റെ ഹബീബ് അദ്ദേഹത്തോട് പറഞ്ഞു, അഹ്ലു ജംഇയ്യത്തുൽ മൗലിദി തഹ്ത ഹിമായതി. ജംഇയ്യത്തുൽ മൗലിദി എന്ന് പറഞ്ഞ ആ ഗ്രൂപ്പ് ഉണ്ടല്ലോ, അവര് എല്ലാവരും എൻ്റെ ഹിമായത്തിലാണ്, എൻ്റെ കാവലിലാണ്. പിറ്റേ തന്നെ അദ്ദേഹം ഈസൽ ബയാനൂനിന്റെ അടുത്തേക്ക് പോയി. ഈസൽ ബയാനൂനോട് പറഞ്ഞു, എൻ്റെ പേരും രജിസ്റ്റർ ചെയ്യണം. അതെന്ത്? ഇന്നലെ ഞാൻ റസൂലുള്ളാഹിനെ സ്വപ്നം കണ്ടു, റസൂൽ അങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് എൻ്റെ പേരും അതിൽ രജിസ്റ്റർ ചെയ്യണം. അദ്ദേഹത്തിൻ്റെ പേരും രജിസ്റ്റർ ചെയ്തു. വർഷത്തിൽ ഒരിക്കൽ റബീഉൽ അവ്വൽ 12-ന് ഈസൽ ബയാനൂനി വീട്ടിൽ വെച്ച് 2 മൗലിദാണ്, വർഷത്തിൽ 2 വലിയ സദ്യ, മൗലിദ് സദ്യ നടത്താറുണ്ട്. ഈസൽ ബയാനൂനി വീട്ടിൽ വെച്ച് നടത്തും. അതൊന്ന് റബീഉൽ അവ്വൽ 12-നാ, മറ്റൊന്ന് റജബിൽ 27, അത് മറ്റേ മിഅ്റാജ് മൗലിദ്. ഇങ്ങനെ 2 മൗലിദ് നടത്താറുണ്ട്. അങ്ങനെ ഒരു റബീഉൽ അവ്വൽ വരുമ്പോ റബീഉൽ അവ്വൽ 11 ആയിട്ടുണ്ട്. ഈസൽ ബയാനൂനിയുടെ വീട്ടിൽ സദ്യ നടത്താൻ പിറ്റേന്ന് 12-ന് ജനങ്ങളെ വിളിക്കാൻ, ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാനും സദ്യ ഉണ്ടാക്കാനുള്ള ഒന്നും കാശൊന്നുമില്ല, ഒന്നും കിട്ടിയിട്ടില്ല, കയ്യിലൊന്നും സംഭാവന പോലും കിട്ടിയിട്ടില്ല. അങ്ങനെ ബുദ്ധിമുട്ടിയിരിക്കുകയാണ്, അങ്ങനെ വിഷമത്തിലിരിക്കുക. അപ്പൊ എങ്ങനെ നടത്തും? പിന്നെ ജനങ്ങളെ വിളിച്ചിട്ട് അങ്ങനെ സദ്യ എടുത്തു, കഴിയൂല എന്നുള്ള വലിയ ഹമ്മിലാണ്, ദുഃഖത്തിലാണ് അവര്. അങ്ങനെ അന്ന് ഭാര്യ പറഞ്ഞു, ഇദ്ദേഹം അറിയൂല. വീട്ടിലേക്ക് കയറി ചെന്നപ്പോ 12-ന് അന്ന് വീട്ടിലേക്ക് കയറി ചെന്നപ്പോ ഭാര്യ പറഞ്ഞു, നാളെ മൗലിദ് നടത്തണ്ടേ, മൗലിദ് നമ്മൾ എങ്ങനെ നടത്തും? നമ്മുടെ കയ്യിലൊന്നും ഇല്ലല്ലോ. എല്ലാം ഉണ്ട്, നമ്മുടെ കയ്യിൽ പലതും ഉണ്ട്, പല ഭക്ഷണങ്ങളുണ്ട്, അതെങ്ങനെ കിട്ടി? ഭാര്യ പറഞ്ഞു, ഹുവ മിൻ ഇൻദില്ലാഹ്, അത് അള്ളാഹു നമുക്ക് എത്തിച്ചു തന്നതാണ്.
ഒരു മനുഷ്യൻ ഇവിടെ വന്നിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഇതാ നിങ്ങൾക്ക് റബീഉൽ അവ്വൽ 12-ന് മൗലിദ് കഴിക്കാൻ ആവശ്യമായത്, അതിന് ആവശ്യമായ ഭക്ഷണങ്ങൾ ഇതാ എന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ട് തന്നു. അതുകൊണ്ട് നമുക്ക് മൗലിദ് പരിപാടി നടത്തണം. ആ പരിപാടിയിലേക്ക് ആ മനുഷ്യനും വന്നു. അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹം ദരിദ്രനാണ്. അപ്പൊ ഈസൽ ബയാനൂനി ചോദിച്ചു, നിങ്ങൾ എന്താണ് ചെയ്തത്? എനിക്കിത് ഇഷ്ടപ്പെട്ടിട്ടില്ല. നിങ്ങൾ സാധുവാണല്ലോ, ധനികനല്ലല്ലോ, പിന്നെ നിങ്ങൾ എന്താണ് ഇതിങ്ങനെ ചെയ്യാൻ കാരണം? അപ്പോൾ അദ്ദേഹം പറയാണ്, ഇത് ഞാൻ എൻ്റെ അഭിപ്രായം കൊണ്ട്, ഞാൻ എൻ്റെ സ്വന്തം അഭിപ്രായം അനുസരിച്ച് ചെയ്തതല്ല. അള്ളാഹുവിൻ്റെ ഹബീബ് ഇന്നലെ രാത്രി എൻ്റെ അടുത്തേക്ക് വന്നു, എൻ്റെ അടുത്ത് സ്വപ്നത്തിൽ വന്നു. എന്നിട്ട് ഹബീബ് പറഞ്ഞു, ഈസൽ ബയാനൂനി പതിവായി എല്ലാ വർഷവും 12-ന് മൗലിദ് കഴിക്കുന്നവരാണ്. ഈ വർഷം അദ്ദേഹത്തിൻ്റെ കയ്യിലൊന്നുമില്ല. അതുകൊണ്ട് നീ നിന്റെ വീട്ടിലുള്ളത് അങ്ങോട്ട് കൊണ്ടു കൊടുക്കണം. അതുകൊണ്ട് ഞാൻ സന്തോഷപൂർവ്വം കൊണ്ടുവന്നതാണ്, ഇത് സ്വീകരിക്കണം എന്ന് പറഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്കി, അള്ളാഹിൻ്റെ ഹബീബിന് വലിയ മുതലാളിമാര് രാജാക്കന്മാരൊക്കെ കാലത്തില്ലേ, പിന്നെ എന്തേ അവരുടെ അടുത്തൊന്നും സ്വപ്നത്തിൽ ചെല്ലാതിരുന്നത്? അള്ളാഹിൻ്റെ ഹബീബിന് ഇഷ്ടമുള്ളവരോട്, ഫക്കീറാണെങ്കിലും ധനികനാവേണ്ട, ഫക്കീറാണെങ്കിലും ആ ഇഷ്ടമുള്ളവരുടെ അടുത്ത് ചെന്നിട്ടാണ് അള്ളാഹിൻ്റെ ഹബീബ് ഇതൊക്കെ ഉപദേശം കൊടുക്കുന്നത്. അപ്പോ അബ്ദുൽ വഹാബ് ഷഅറാനി റളിയല്ലാഹു അൻഹു, നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, ഇങ്ങനെ സംഭാവന സ്വീകരിച്ച് നിങ്ങൾക്ക് സംശയം ഉണ്ടാവില്ല. അതൊക്കെ പുറമുള്ള ദൂരെ നിന്ന് വീക്ഷിക്കുന്ന ചില ആളുകളുണ്ട്. അവർക്ക് ചില സംശയങ്ങളുണ്ട്. ആരെങ്കിലും സംഭാവന കൊടുത്ത കാശ് കൊണ്ട് ഇങ്ങനെ മൗലിദൊക്കെ സംഘടിപ്പിക്കാൻ പറ്റുമോ? നമ്മൾ ഓരോരുത്തരും വീട്ടിലിരുന്നിട്ട് ഇപ്പോൾ ഇങ്ങനെ മൗലിദ് ഓതിയാൽ എങ്ങനെ ഉണ്ടാവും? നിങ്ങൾ ആലോചിച്ച് നോക്കി. നിങ്ങളെല്ലാവരും കൂടിയതുകൊണ്ട് നമുക്ക് സന്തോഷമായി. നല്ല നല്ല മുഹിബ്ബീങ്ങളാണ് ഇരിക്കുന്നവരെല്ലാവരും. അപ്പോൾ നമ്മളെല്ലാവരും പാടെ കൂടുമ്പോൾ ആ ദുആക്ക് വലിയ കബൂലുണ്ട്. മലായിക്കത്ത് വലിയ സന്തോഷം പറയും. മലായിക്കത്ത് നമ്മളെ ദുആക്ക് പങ്കെടുക്കും, അള്ളാഹുവിനോട് സന്തോഷം പറയും. അങ്ങനത്തെ സദസ്സ് നമുക്ക് കിട്ടാൻ നമ്മൾ എല്ലാവരും പാടെ അവിടെ ഒരുമിച്ച് കൂടുമ്പോഴല്ലേ അതുണ്ടാവും. അപ്പൊ അതിന് അങ്ങനെ സംഭാവന കൊടുക്കലും മൗലിദ് കഴിക്കലും അത് സുന്നത്ത് ജമാഅത്തിന്റെ പതിവാണ്. അത് ഇപ്പം ഉണ്ടായതല്ല. ഇമാം അബ്ദുൽ വഹാബ് ഷഅറാനി റളിയല്ലാഹു അൻഹു, എല്ലാവരും കേട്ടിട്ടുണ്ടാവും അബ്ദുൽ വഹാബ് ഷഅറാനി. ആ കാലഘട്ടത്തിന്റെ ഖുതുബുസ്സമാനാണ്, ആ കാലഘട്ടത്തിന്റെ ഗൗസാണ് അബ്ദുൽ വഹാബ് ഷഅറാനി റളിയല്ലാഹു അൻഹു. എക്കാലത്ത് ജീവിച്ച ആളാ. അവര് 10-ാം നൂറ്റാണ്ടിലാണ് അവർ ജീവിക്കുന്നത്. നമ്മുടെ ഇബ്നു ഹജർ ഹൈതമി റഹിമഹുല്ലയുടെ കാലം 974 വഫാത്തായ 973 തോന്നുന്നു അബ്ദുൽ വഹാബ് ഷഅറാനി റളിയല്ലാഹു അൻഹു, അല്ലേ? 973 വഫാത്തായ അബ്ദുൽ വഹാബ് ഷഅറാനി. ആ അബ്ദുൽ വഹാബ് ഷഅറാനി റളിയല്ലാഹു അൻഹു അവരുടെ അൽ മിനനുൽ കുബ്ര എന്ന് പറയുന്ന കിതാബിൽ പറയുന്നു. എന്ത്? ലതായിഫുൽ മിനൻ എന്ന കിതാബിൽ പറയുന്നു, എൻ്റെ വീട്ടിൽ വെച്ച് നടത്തുന്ന മൗലിദ്, ആ മൗലിദിലേക്ക് പലരും സംഭാവന കൊണ്ടുവരും. അത് ഹലാലായ സ്വത്ത് ആണ് കൊണ്ടുവരുന്നതെങ്കിൽ ഞാനത് സ്വീകരിക്കും. പല ആളുകളും അതിലേക്ക് സംഭാവന തരാതെ വരുന്നവരുമുണ്ട്. എനിക്ക് തരാതെ വരുന്നവരോട് യാതൊരു വിഷമവും ബുദ്ധിമുട്ടുമില്ല, തന്നു വരുന്നവരോടും ബുദ്ധിമുട്ടും വിഷമമില്ല. രണ്ട് സ്ഥലത്ത് പറയുന്നുണ്ട്. ഇങ്ങനെ മൗലിദുകൾ വീട്ടിൽ വെച്ച് കഴിക്കുമ്പോൾ ഹലാലായ സമ്പത്താണെങ്കിൽ അത് സ്വീകരിച്ചു കൊണ്ട് കഴിക്കുന്നത് യാതൊരു വിരോധവുമില്ല. അബ്ദുൽ വഹാബ് ഷഅറാനി തന്നെ അതിന് ഉസ്വത്താണ്, അതിന് പാഠമാണ്, അതിന് നല്ലൊരു മാതൃകയാണ്. നമുക്ക് മനസ്സിലാക്കാം. പല ആളുകളും അങ്ങനെ, പല ആലിമീങ്ങളും ഇമാമിയങ്ങളും പഴയ കാലത്ത് അങ്ങനെ തുടർന്ന് വരുന്നുണ്ട്. മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ, നല്ല സന്തോഷത്തോടെ പങ്കെടുക്കുന്ന മദ്ഹ. അതിൻ്റെ പുറമെ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് വിശദമായിട്ട് പഠിച്ച് അതിൻ്റെ ചില ശകലങ്ങൾ ഇതിൽ പറഞ്ഞു തരുന്നുണ്ട്. അങ്ങനത്തെ ഒരു സദസ്സാണ്. ഇത് വലിയ പുണ്യമുള്ള സദസ്സാണ്. ഇതിനെ മനസ്സിലാക്കാത്തവരാണ് ഇതിനെപ്പറ്റി എന്തോ വിചാരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഈസൽ ബയാനൂനി റളിയല്ലാഹു അൻഹു അവർ നമുക്ക് മാതൃകയാണ്. ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല.
റബീഉൽ അവ്വലിന് വേണ്ടി ഒരുങ്ങുക. ഈസൽ ബയാനൂനിയെ പോലെ എല്ലാ ദിവസവും മൗലിദ് ഓതുക. മൗലിദ് എന്ന് പറയുന്നത് ബുർദത്തു ശരീഫത്ത് എന്ന് പറയുന്നത് സ്വലാത്ത് തന്നെയാണ് എന്നുള്ളത് ഉറപ്പിച്ചോ. അതിപ്പോൾ ഞാൻ എഴുതിയ കിതാബിൽ ഉണ്ട്, അതിൻ്റെ സമർത്ഥനം ഉണ്ട്. ആലിമീങ്ങൾക്ക് ആ സമർത്ഥനം വേണ്ടി. അപ്പം അങ്ങനല്ലേ എങ്ങനല്ലേ ബുഖാരിൻ്റെ ഹദീസില്ലേ, ഏത് ഹദീസും നിങ്ങൾ പറഞ്ഞോ, ഞാനീ പറഞ്ഞതിനെതിരില്ല. അതങ്ങനെ വിശദീകരിച്ചിട്ടുണ്ട്. മൗലിദ് എന്ന് പറയുന്നതാണ് യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ എന്ന് പറഞ്ഞു, മുഅ്മിനീങ്ങളെ നിങ്ങൾ സ്വലാത്തില്ലേ എന്ന് പറഞ്ഞു. അതാണ് മൗലിദ അശ്റക്കെ. അത് ബുർദത്തു ശരീഫത്താ. ഞാനിപ്പോൾ നിസ്കാരത്തിൽ ബുർദല്ലിയാ മതിയോ, അമിൻ തദക്കുരി ജീറാനിൻ ബിദി സലമി ചൊല്ലിയാ മതിയോ? പോരാ. എന്താ നിസ്കാരത്തിൽ എനിക്ക് തോന്നിയതൊക്കെ ചൊല്ലാനുള്ളതല്ല. നിസ്കാരത്തിൽ ഏത് ചൊല്ലണം ഏത് ചൊല്ലരുത് ഒരു ദിക്റ്, നിർണിതമായ ദിക്റ് നിസ്കാരത്തിൽ പറ്റുമോ? അതുകൊണ്ടാണ് നിസ്കാരത്തിലുള്ള മൗലിദാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ. അത് മൗലിദാണ്. അതിൻ്റെ അർത്ഥം പഠിച്ചില്ല നിങ്ങൾ, അതിൻ്റെ അർത്ഥം പഠിച്ചില്ല. അതിൻ്റെ അർത്ഥം പഠിക്കുമ്പോൾ അത് മൗലിദാന്ന് മനസ്സിലാവും. ഓരോന്നും പഠിക്കുമ്പോഴേ മനസ്സിലാകല്. അൽഹംദുലില്ലാഹ് തംലഉൽ മീസാൻ, അല്ലാഹു നബി പറഞ്ഞ അൽഹംദുലില്ലാഹ് മീസാൻ നിറച്ചു കളയും മക്കളെ. അതെങ്ങനെ? അൽഹംദുലില്ലാഹ് ഒരട്ടം പറഞ്ഞാലേ മീസാൻ അങ്ങ് നിറഞ്ഞു പോവും. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം. അതിൻ്റെ അർത്ഥം പറയാനുണ്ട്. അൽഹംദുലില്ലാഹിന്റെ അർത്ഥം ഒരു ദിവസം പറയാനുണ്ട്. നിങ്ങൾ ഒഴിവുണ്ടേ വന്നോളി. അതിപ്പോൾ അർത്ഥം പറഞ്ഞാൽ നിങ്ങൾ കിട്ടൂല, നിങ്ങൾ ഉറങ്ങലും ഉറങ്ങും, നിങ്ങൾ പോകും, സമയം വൈകി അറിയും, നാളെ പണിയുണ്ട് ജോലിയുണ്ട് അറിയും, എനിക്കും അറിയാം. സുബ്ഹാനല്ലാഹ് തംലഉൽ മീസാൻ. അപ്പോൾ അൽഹംദുലില്ലാഹിന്റെ അർത്ഥം അറിയണം, സുബ്ഹാനല്ലാഹിന്റെ അർത്ഥം അറിയണം. പോക്കറ്റല്ല ലക്ഷ്യം. നാം ഇവിടെ എഴുതുന്നതെല്ലാം അവിടെ വരും. നല്ലത് വേണ്ടാത്തത് എഴുതിയത് വരൂല, വരും, കഷ്ടമായിരിക്കും. അതിൻ്റെ കൂടെ നരകത്തിലേക്ക് പോവേണ്ടി വരും. യൂസനു മിദാദുൽ ഉലമായി ബിദമി ശുഹദാ. പണ്ഡിതന്മാരുടെ മഷി ശുഹദാഇന്റെ രക്തവും നാളെ മഹ്ശറിൽ തുലനം ചെയ്യും, അത് തൂക്കപ്പെടും. ഫയർജഹു മിദാദുൽ ഉലമായി ദമ ശുഹദാ. പണ്ഡിതന്മാരുടെ മഷി ശുഹദാഇന്റെ രക്തത്തിനേക്കാൾ അത് കനം കൂടും കേട്ടോ. വേണ്ടാത്തത് എഴുതിയാൽ നാളെ മഹ്ശറിൽ കേടായി സാക്ഷിയാവും. നല്ലത് എഴുതിയാൽ അത് സ്വർഗത്തിൽ വായിക്കപ്പെടും. സ്വർഗത്തിലുമുണ്ട് ദർസ്, സ്വർഗത്തിലുമുണ്ട് അധ്യാപനം, സ്വർഗത്തിലുമുണ്ട് ക്ലാസ്സിന് ഇരിക്കൽ. ഇവിടുന്ന് പഠിച്ചതിൻ്റെ ബാക്കിയാണ് അവിടുന്ന് പഠിക്കുക, ഇവിടുന്ന് പഠിപ്പിച്ചതിൻ്റെ ബാക്കിയാണ് അവിടുന്ന് പഠിപ്പിക്കുക. സ്വർഗത്തിൽ ചെന്നാൽ എല്ലാവരും ഒരുപോലാവെന്ന് വിചാരിക്കണ്ട. ഇവിടുന്ന് ഏതാവണം, ഇവിടുന്ന് ഒരുങ്ങണോ? സ്വർഗത്തിക്കാണ് എത്തിയപ്പോൾ ഞാനും മൊയ്തീഷയും ഈഫായിഷയും മണപൂർഷയും ഒക്കെ ഒരുപോലെ. സാധുവോ? അങ്ങനല്ല. എല്ലാ വിഷയത്തിലും സ്വർഗക്കാരും എല്ലാ വിഷയത്തിലും ഇവിടെ നിന്നുള്ള അവസ്ഥക്കനുസരിച്ച് അവിടെ ഏറ്റവും വ്യത്യാസമുണ്ട്. അള്ളാനെ കാണുന്നില്ല, ഏതായാലും ഒരുപോലെ ആവൂല. സാധുവോ? ഒരിക്കലും ഒരുപോലല്ല. ഇവിടുന്ന് കേവലം മുഅ്മിനായി മരിച്ചാൽ കണ്ണോട് മാത്രമേ അള്ളാനെ കാണാൻ കഴിയൂ. ആ കണ്ണോട് മാത്രം കാണുന്നവനെ മനസ്സിലാവും. സ്വർഗത്തിൽ എനിക്ക് ഊർലിസാനും വേണ്ട, ഒരു കുന്തവും വേണ്ട, ഈ പഠിച്ചോനെ ഒരു മിനിറ്റ് കൂടെ കാണാൻ കിട്ടിയാൽ മതി. എന്താണ്? പഠിച്ചോനാണ് സർവം, സർവത്തിൽ സർവം. അതാരാ? അത് പഠിച്ചോനല്ലേ. പഠിച്ചോനാണ് സർവം. അതുകൊണ്ട് ഊർലിസാൻ പഠിച്ചോണ്ടാക്കിയല്ലേ, ആപ്പിള് പഠിച്ചോണ്ടാക്കിയതല്ലേ, പഠിച്ചോനെ പഠിപ്പല്ലേ. അതുകൊണ്ട് അള്ളാഹുവിനെ കാണുന്ന ആ ദർശനത്തിൽ ഹൂറുൽ ലിസാൻ അനുഭവിക്കാൻ കഴിയും, മുന്തിരി അനുഭവിക്കാൻ കഴിയും. നിനക്ക് എന്തൊക്കെയാണോ, നിനക്ക് ഇച്ഛ എന്തൊക്കെയാണോ രസം, അത് സർവവും അതിനപ്പുറവും ഒരിക്കലും രുചിക്കാത്ത രുചികളും ഒരിക്കലും ആസ്വദിക്കാത്ത സുഖങ്ങളും അള്ളാഹുവിൻ്റെ ദർശനത്തിലുണ്ടാവും. പഠിച്ചോനെ ഞങ്ങൾക്ക് അതിന് തൗഫീഖ് ചെയ്യണേ. പക്ഷേ അത് കണ്ണുകൊണ്ട് മാത്രമാണ് സാധുക്കളായ നമ്മൾ അള്ളാഹു തആല നമ്മൾ